ഹലോ, ഇത് ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിൽ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 65. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ: സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം, നിയമാവർത്തനം 15-ഉം 16-ഉം അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 97. നമുക്ക് വചനം വായിച്ച് തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. സംഖ്യ അധ്യായം 16. കോറഹും കൂട്ടരും മോശയ്ക്കെതിരെ. അപ്പോൾ ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസാറിൻ്റെ മകനായ കോറഹും റൂബന്യരിൽപ്പെട്ട ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താൻ, അബീറാം എന്നിവരും പെലേത്തിൻ്റെ മകൻ ഓനും തുനിഞ്ഞിറങ്ങി. സമൂഹ നേതാക്കളും പേരെടുത്ത യോഗപ്രതിനിധികളുമായ ഇസ്രായേലിൽ നിന്നുള്ള 250 ആളുകളോടൊപ്പം മോശയുടെ മുമ്പിൽ എതിർത്തു നിന്നു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ സംഘം ചേർന്ന് അവരോട് പറഞ്ഞു: നിങ്ങൾ അതിരുവിടുന്നു. സമൂഹം ഒന്നടങ്കം വിശുദ്ധരാണ്. അവരുടെ ഇടയിൽ കർത്താവുമുണ്ട്. പിന്നെന്തിന് നിങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്കുമേൽ നേതാവ് ചമയുന്നു? ഇത് കേട്ടപ്പോൾ മോശ മുഖം മുട്ട വീണു. അവൻ കോറഹിനോടും അവൻ്റെ സമൂഹം മുഴുവനോടുമായി ഇപ്രകാരം പ്രസ്താവിച്ചു: പ്രഭാതമാകട്ടെ, കർത്താവ് തനിക്കുള്ളവനാരെന്നും വിശുദ്ധനാരെന്നും വെളിപ്പെടുത്തി തൻ്റെ പക്കൽ കൊണ്ടുവരും. അവിടുന്ന് തിരഞ്ഞെടുക്കുന്നവനെ തൻ്റെ അടുത്ത് കൊണ്ടുവരും. കോറഹേ, സമൂഹം മുഴുവനുമേ, നിങ്ങളിത് ചെയ്യുവിൻ. നിങ്ങൾക്കായി ധൂപകലശങ്ങൾ എടുക്കുവിൻ. നാളെ കർത്തൃസന്നിധിയിൽ വെച്ച് അവയിൽ അഗ്നി പകർന്ന് ധൂപനദ്രവ്യമിടുവിൻ. കർത്താവ് തിരഞ്ഞെടുക്കുന്നവൻ തന്നെയായിരിക്കും വിശുദ്ധൻ. ലേവ്യരെ, നിങ്ങളാണ് അതിരുവിടുന്നത്. മോശ കോറഹിനോട് പറഞ്ഞു: ലേവി പുത്രരെ, കേട്ടാലും. കർത്താവിൻ്റെ ആലയ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് അവരെ സേവിക്കാനുമായി അവിടുത്തെ സമീപിക്കുന്നതിന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് നിസ്സാരമാണോ? അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവി പുത്രന്മാരായ നിന്റെ എല്ലാ സഹോദരന്മാരെയും തൻ്റെ അടുത്ത് നിൽക്കാനിടയാക്കി. എന്നിട്ടും നിങ്ങൾ പൗരോഹിത്യം കൂടി കാക്ഷിക്കുകയാണോ? ആകയാൽ കർത്താവിനെതിരെയാണ് നീയും നിന്റെ സമൂഹവും സംഘം ചേർന്നിരിക്കുന്നത്. പിന്നെ അഹറോൻ, നിങ്ങൾ അവനെതിരെ പിറുപിറുക്കുന്നത് എന്തിന്? അനന്തരം ഏലിയാബിൻ്റെ മക്കളായ ദാത്താനെയും അബീറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു. എന്നാൽ അവർ പറഞ്ഞു: ഞങ്ങൾ വരുന്നില്ല. മരുഭൂമിയിൽ വെച്ച് ഞങ്ങളെ കൊല്ലേണ്ടതിന് പാലും തേനും ഒഴുകുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോരാഞ്ഞിട്ടാണോ നീ ഞങ്ങളുടെ മേൽ സ്വയം അധിപതിയാകാൻ കൂടി ശ്രമിക്കുന്നത്? നീയാകട്ടെ ഞങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്ത് കൊണ്ടെത്തിക്കുകയോ നിലത്തിൻ്റെയോ മുന്തിരിത്തോട്ടത്തിൻ്റെയോ അവകാശം ഞങ്ങൾക്ക് തരികയോ ചെയ്തിട്ടില്ല. ഈ ആളുകളുടെ കണ്ണുകൾ അന്ധമാക്കാമെന്നാണോ? ഞങ്ങൾ കയറി വരികയില്ല. മോശ ഏറെ കുപിതനായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു: കർത്താവേ, അങ്ങ് അവരുടെ കാണിക്കയിലേക്ക് തിരിയരുതേ. ഞാൻ അവരിൽ നിന്ന് ഒരു കഴുതയെപ്പോലും എടുത്തിട്ടില്ല. അവരിൽ ഒരുവനെപ്പോലും ദ്രോഹിച്ചിട്ടുമില്ല. മത്സരികൾക്ക് ശിക്ഷ. മോശ കോറഹിനോട് പറഞ്ഞു: നീയും നിന്റെ സമൂഹം മുഴുവനും, അതായത് നീയും അവരും അഹറോനും, നാളെ കർത്താവിൻ്റെ മുമ്പിൽ വരുവിൻ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ധൂപകലശമെടുത്ത് അവയിൽ കുന്തിരുക്കമിടുവിൻ. ഓരോരുത്തരും താന്താങ്ങളുടെ ധൂപകലശം കർത്തൃസന്നിധിയിൽ കൊണ്ടുവരുവിൻ. അങ്ങനെ 250 ധൂപകലശങ്ങൾ. നീയും അഹറോനും സ്വന്തം ധൂപകലശം കൊണ്ടുവരണം. സ്വന്തം ധൂപകലശമെടുത്ത് ഓരോരുത്തരും അവയിൽ അഗ്നി പകർന്ന് അവയിൽ കുന്തിരുക്കമിട്ടു. സമാഗമ കൂടാരവാതിൽക്കൽ അവർ നിന്നു, ഒപ്പം മോശയും അഹറോനും. സമൂഹത്തെ മുഴുവൻ സമാഗമ കൂടാരവാതിൽക്കൽ അവർക്കെതിരെ കോറഹ് ഒരുമിച്ച് കൂട്ടി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു. കർത്താവ് മോശയോടും അഹറോനോടും ഇപ്രകാരം വചിച്ചു: ഞാനിവരെ ഇപ്പോൾ ദഹിപ്പിക്കേണ്ടതിന് നിങ്ങൾ ഈ സമൂഹ മധ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുവിൻ. അവർ തങ്ങളുടെ മുഖം മുട്ടേ വീണ് പ്രാർത്ഥിച്ചു: ഓരോ ശരീരിയുടെയും ചൈതന്യത്തിൻ്റെയും ദൈവമായ കർത്താവേ, ഒരാൾ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനുമെതിരെ കോപിക്കുമോ? കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു:
കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ താമസ സ്ഥലത്തിന് ചുറ്റും നിന്ന് വിട്ടുമാറുവീനെന്ന് സമൂഹത്തോട് ആജ്ഞാപിക്കുക. മോശെ എഴുന്നേറ്റ് ദാത്താൻ്റെയും അബീറാമിൻ്റെയും അടുത്തേക്ക് ചെന്നു. ഇസ്രായേലി ശ്രേഷ്ഠന്മാരും അവനെ അനുഗമിച്ചു. അവൻ സമൂഹത്തോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ഇവരുടെ എല്ലാ പാപങ്ങളും മൂലം നിങ്ങൾ തൂത്തെറിയപ്പെടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരായ ഈ ആളുകളുടെ കൂടാരങ്ങളിൽ നിന്ന് നിങ്ങൾ ദയവായി ഒഴിഞ്ഞു മാറുവിൻ. അവരുടേതായ ഒന്നും നിങ്ങൾ സ്പർശിക്കരുത്. കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ താമസ സ്ഥലത്തിൻ്റെ ചുറ്റും നിന്ന് അവർ വിട്ടുമാറി. ദാത്താനും അബീറാമും അവരുടെ ഭാര്യമാരും മക്കളും ശിശുക്കളും പുറത്തുവന്ന് തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിലകൊള്ളുകയായിരുന്നു. അപ്പോൾ മോശ പറഞ്ഞു: ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നതെന്നും അവ സ്വമേധയാ അല്ലെന്നും ഇതുവഴി നിങ്ങൾ അറിയും. ഏതു മനുഷ്യൻ്റെയും മരണം പോലെയാണ് ഇവരും മരിക്കുന്നതെങ്കിൽ, അഥവാ ഏതു മനുഷ്യൻ്റെയും വിധി തന്നെയാണ് ഇവരുടെ മേലും വന്നുകൂടുന്നതെങ്കിൽ കർത്താവല്ല എന്നെ അയച്ചത്. എന്നാൽ കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്ത് ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സമസ്തവും വിഴുങ്ങുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് താഴുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്ദിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ അറിയണം. അവൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെയുള്ള നിലം നെടുകെ പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ ഭവനങ്ങളെയും കോറഹിന് സ്വന്തമായിരുന്ന എല്ലാ മനുഷ്യരെയും സകല വസ്തുവകകളെയും വിഴുങ്ങി. അവരും അവർക്കുണ്ടായിരുന്ന സകലതും ജീവനോടെ പാതാളത്തിലേക്ക് താണു. ഭൂമി അവരെ മൂടി. അങ്ങനെ സമൂഹമധ്യത്തിൽ നിന്ന് അവർ ഇല്ലാതായി. അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെല്ലാവരും ഭൂമി നമ്മെ വിഴുങ്ങാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അലറി ഓടിയകന്നു. കർത്താവിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. നിയമാവർത്തനം അധ്യായം 15. സാബത്ത് വർഷത്തിലെ ഋണമോചനം. 7 വർഷങ്ങൾ തികയുമ്പോൾ നീ ഋണമോചനം നിർവഹിക്കണം. ഋണമോചന നടപടി ഇതാണ്: തൻ്റെ അയൽക്കാരന് വായ്പ കൊടുത്ത ഓരോ ഉത്തമർണനും കൈവായ്പ ഇളവ് ചെയ്യണം. അവൻ അയൽക്കാരനെയോ സഹോദരനെയോ പിഴിയരുത്. എന്തെന്നാൽ അവൻ കർത്താവിന് വേണ്ടി ഋണമോചനം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അന്യനിൽ നിന്ന് നീ ഈടാക്കിക്കൊള്ളുക. എന്നാൽ നിന്റേതായി നിന്റെ സഹോദരൻ്റെ പക്കലുള്ളത് നീ കൈവെടിയണം. നിന്റെ ഇടയിൽ ദരിദ്രൻ ഉണ്ടാകാനേ പാടില്ല. കാരണം അവകാശമായി കൈവശപ്പെടുത്താൻ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് കർത്താവ് നിന്നെ കാര്യമായി അനുഗ്രഹിക്കും. പക്ഷെ ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന ഈ ഓരോ കൽപ്പനയും ശ്രദ്ധാപൂർവം നിവർത്തിക്കാൻ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം പൂർണ്ണമായി അനുസരിക്കണമെന്ന് മാത്രം. തീർച്ചയായും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകളെ കടക്കാരാക്കും, നീയാകട്ടെ കടക്കാരനാകുകയില്ല. നീ അനേകം ജനതകളെ ഭരിക്കും, നിന്നെയാകട്ടെ അവർ ഭരിക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നിന്റെ പടികളിലൊന്നിൽ നിന്നോടൊപ്പം നിന്റെ സഹോദരന്മാരിൽ ഒരുവൻ ദരിദ്രനായുണ്ടെങ്കിൽ ആ ദരിദ്ര സഹോദരനിൽ നിന്ന് നിന്റെ കരം അടച്ചു കളയത്തക്ക വിധം നിന്റെ ഹൃദയം കഠിനമാക്കരുത്. മറിച്ച് നീ നിന്റെ കരം അവനു വേണ്ടി നന്നായി തുറന്ന് അവന് കുറവ് വന്നിട്ടുള്ള അവശ്യവസ്തു ഉദാരമായി വായ്പ കൊടുക്കണം. ഋണമോചനത്തിൻ്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ദരിദ്രനായ നിന്റെ സഹോദരനെതിരെ ദുഷ്ടലാക്കോടെ അവന് നീ കൊടുക്കാതിരിക്കുകയും അവൻ നിനക്കെതിരെ കർത്താവിനോട് നിലവിളിക്കുകയും അങ്ങനെ അത് നിന്നിൽ പാപമായി തീരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് ഉദാരമായി കൊടുക്കണം. ഇക്കാര്യത്തെ പ്രതി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഓരോ പ്രവൃത്തിയിലും നിന്റെ കരത്തിൻ്റെ ഓരോ യത്നത്തിലും നിന്നെ അനുഗ്രഹിക്കുമെന്നതുകൊണ്ട് അവന് കൊടുക്കുമ്പോൾ നിന്റെ ഹൃദയം ഖേദിക്കരുത്. ദേശമധ്യേ ദരിദ്രർ അറ്റുപോകുകയില്ല. അതുകൊണ്ടാണ് നിന്റെ സഹോദരന് വേണ്ടി നിന്റെ നാട്ടിലെ പാവപ്പെട്ടവനും ദരിദ്രനും വേണ്ടി നന്നായി കൈ തുറക്കണമെന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്നത്. സാബത്ത് വർഷത്തിലെ അടിമമോചനം. നിന്റെ കൂടപ്പിറപ്പായ ഹെബ്രായനോ ഹെബ്രായത്തിയോ നിനക്ക് വിൽക്കപ്പെടുന്നെങ്കിൽ 6 വർഷം അയാൾ നിന്നെ സേവിക്കട്ടെ. 7-ാം വർഷം അയാളെ നീ നിന്നിൽ നിന്ന് സ്വതന്ത്രമായി വിടണം. നീ അയാളെ നിന്നിൽ നിന്ന് സ്വതന്ത്രമായി വിടുമ്പോൾ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. നീ അയാൾക്ക് ഉദാരമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും നീ അയാൾക്ക് നൽകണം. നീ ഈജിപ്ത് നാട്ടിൽ അടിമയായിരുന്നതുകൊണ്ടും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പരിത്രാണം ചെയ്തതുകൊണ്ടുമാണ് ഇന്ന് ഞാൻ ഇക്കാര്യം നിന്നെ അനുശാസിക്കുന്നത് എന്ന് നീ ഓർക്കണം. എന്നാൽ നിന്നോടുകൂടെ ആയിരിക്കുന്നത് അവന് നല്ലതായതുകൊണ്ട് അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നതിനാൽ
ഞാൻ നിന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് പറയുന്നുവെന്നിരിക്കട്ടെ. അപ്പോൾ നീ ഒരു തോൽ സൂചി എടുത്ത് അവൻ്റെ കാതിലും കട്ടിളയിലും കടത്തണം. അങ്ങനെ അവൻ എന്നേക്കും നിനക്ക് ദാസനായിരിക്കും. നിന്റെ ദാസിയോടും നീ അപ്രകാരം ചെയ്യണം. അയാളെ നീ നിന്നിൽ നിന്ന് സ്വതന്ത്രമായി വിടുമ്പോൾ നിന്റെ ദൃഷ്ടികളിൽ അത് കഠിനമാകേണ്ടതില്ല. 6 വർഷം അയാൾ നിന്നെ സേവിച്ചത് വേതനത്തിൻ്റെ 2 മടങ്ങ് വേതനമായി ഭവിച്ചല്ലോ. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാറ്റിലും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ. നിന്റെ ആടുമാടുകളിൽ ആണായി പിറക്കുന്ന കടിഞ്ഞൂലിനെയെല്ലാം നീ നിന്റെ ദൈവമായ കർത്താവിനായി മാറ്റി നിർത്തണം. നിന്റെ മാടിൻ്റെ കടിഞ്ഞൂലിനെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. ആടിൻ്റെ കടിഞ്ഞൂലിനെ രോമം കത്രിക്കുകയുമരുത്. കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അതിനെ ഭക്ഷിക്കണം. അത് വൈകല്യമായ മുടന്തോ അന്ധതയോ എന്തെങ്കിലും സാരമായ വൈകല്യമോ ഉള്ളതാണെങ്കിൽ അതിനെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കരുത്. അതിനെ നിനക്ക് മലിനനും ശുദ്ധിയുള്ളവനും ഒന്നിച്ച് നിന്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ കലമാനിനെ പോലെയോ പുള്ളിമാനിനെ പോലെയോ ഭക്ഷിക്കാം. പക്ഷേ അതിൻ്റെ രക്തം നീ ഭക്ഷിക്കരുത്. അത് നീ വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. നിയമാവർത്തനം അധ്യായം 16. പെസഹ ആചരണം. നീ അബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ കർത്താവിന് പെസഹ അനുഷ്ഠിക്കണം. എന്തെന്നാൽ അബീബ് മാസത്തിലെ ഒരു രാത്രിയാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. തൻ്റെ നാമം അധിവസിക്കാനായി കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിന് പെസഹായായി ആടുമാടുകളെ അറക്കണം. പുളിപ്പുള്ളത് നീ അതോടൊത്ത് ചേർത്ത് ഭക്ഷിക്കരുത്. ഈജിപ്ത് നാട്ടിൽ നിന്ന് നീ പുറപ്പെട്ടത് തിടുക്കത്തിലായിരുന്നതുകൊണ്ട് യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം നീ ഭക്ഷിക്കണം. ഈജിപ്ത് നാട്ടിൽ നിന്നുള്ള നിന്റെ പുറപ്പാട് ദിനം നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത്. 7 ദിവസത്തേക്ക് നിന്റെ അതിർത്തിയിലെങ്ങും പുളിമാവ് കാണപ്പെടരുത്. പ്രഥമ ദിവസം സായാഹ്നത്തിൽ നീ അറക്കുന്ന മാംസത്തിൽ അല്പം പോലും പ്രഭാതത്തിലേക്ക് വെച്ചേക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന കവാടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പെസഹാമൃഗത്തെ അറക്കാൻ നിനക്കാവില്ല. മറിച്ച് തൻ്റെ നാമം അധിവസിക്കാനായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് വൈകിട്ട് നീ പെസഹാമൃഗത്തെ അറക്കണം. സൂര്യൻ അസ്തമിച്ചപ്പോഴായിരുന്നു ഈജിപ്തിൽ നിന്നുള്ള നിന്റെ പുറപ്പാടിൻ്റെ നിർദ്ദിഷ്ട സമയം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീ അത് വേവിച്ച് ഭക്ഷിച്ചിട്ട് രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടക്കയാത്രയാകണം. 6 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിനുള്ള സാഘോഷ യോഗമാണ്. നീ ജോലിയൊന്നും ചെയ്യരുത്. ആഴ്ചകളുടെ തിരുനാൾ. 7 ആഴ്ചകൾ നിനക്കായി കണക്ക് കൂട്ടണം. കതിരിൽ അരിവാൾ വെച്ച് തുടങ്ങുന്നത് തൊട്ടാണ് 7 ആഴ്ചകൾ നീ എണ്ണാൻ തുടങ്ങേണ്ടത്. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതനുസരിച്ച് നീ നൽകുന്ന സ്വാഭീഷ്ട കൈക്കാണിക്കയുടെ അളവുകൊണ്ട് അവിടുത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കണം. തൻ്റെ നാമം അധിവസിക്കുന്നതിന് വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും നിങ്ങളുടെ മധ്യയുള്ള പ്രവാസിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കണം. ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കണം. ഈ ചട്ടങ്ങൾ നീ ജാഗ്രതയോടെ അനുവർത്തിക്കണം. കൂടാരങ്ങളുടെ തിരുനാൾ. നിന്റെ മെതിക്കളത്തിൽ നിന്നും ചക്കിൽ നിന്നുമുള്ളവ ശേഖരിക്കുമ്പോൾ 7 ദിവസത്തേക്ക് നീ കൂടാരങ്ങളുടെ തിരുനാൾ കൊണ്ടാടണം. നീയും നിന്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും പ്രവാസിയും അനാഥനും വിധവയും ഈ തിരുനാളിൽ സന്തോഷിക്കണം. കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിന് 7 ദിവസം നീ തിരുനാൾ ആഘോഷിക്കണം. എന്തെന്നാൽ നിന്റെ എല്ലാ വിഭവത്തിലും എല്ലാ കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല നീ സന്തുഷ്ടനുമാണ്. തിരുനാളുകൾ. നിന്റെ പുരുഷഗണം മുഴുവൻ ആണ്ടിൽ 3 തവണ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാരങ്ങളുടെ തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുഖം ദർശിക്കണം. എന്നാൽ കർത്താവിൻ്റെ മുഖം നീ ദർശിക്കുന്നത് വെറും കൈയോടെ ആയിരിക്കരുത്. ഓരോരുത്തനും അവനവൻ്റെ കയ്യിലുള്ള ദാനത്തിനൊത്ത വിധം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്തിനൊത്ത വിധം ആയിരിക്കണം. നീതിന്യായ വ്യവസ്ഥിതി. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന നിന്റെ കവാടങ്ങളിലെല്ലാം നിന്റെ ഗോത്രങ്ങൾക്ക് ന്യായാധിപന്മാരെയും ഉദ്യോഗസ്ഥരെയും നീ നിയമിക്കണം. അവർ ജനത്തെ നീതിന്യായം വിധിക്കട്ടെ. നീ ന്യായവിധി വലിച്ചു നീട്ടരുത്. മുഖം നോക്കരുത്. കൈക്കൂലി ജ്ഞാനികളുടെ കണ്ണുകൾ അന്ധമാക്കുകയും
നീതിമാന്മാരുടെ വചനങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുമെന്നതിനാൽ നീ കൈക്കൂലി വാങ്ങരുത്. നീ ജീവിച്ചിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന രാജ്യം കൈവശമാക്കേണ്ടതിനും തികഞ്ഞ നീതി പിന്തുടരണം. ആരാധനയിൽ വർജ്യമായവ. നിനക്കായി നീ ഉണ്ടാക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിനരികെ നിനക്ക് അക്ഷേരയായി ഒരു തടിയും നാട്ടരുത്. നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭം ഉയർത്തുകയും അരുത്. സങ്കീർത്തനങ്ങൾ 97. ലോകനാഥനായ കർത്താവ്. കർത്താവ് വാഴുന്നു, ഭൂമി ആനന്ദിക്കട്ടെ, ദ്വീപ് സഞ്ചയങ്ങൾ സന്തോഷിക്കട്ടെ. അവിടുത്തെ ചുറ്റും മേഘവും കൂരിരുട്ടുമുണ്ട്. നീതിയും ന്യായവും തിരുസിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അവിടുത്തെ മുമ്പിലായി അഗ്നി നീങ്ങുന്നു, അത് ചുറ്റുമുള്ള അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി അത് കണ്ട് വിറകൊണ്ടു. കർത്തൃ സാന്നിധ്യം മൂലം, ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ സാന്നിധ്യം മൂലം പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകി. ആകാശങ്ങൾ അവിടുത്തെ നീതി വർണ്ണിച്ചു, എല്ലാ ജനങ്ങളും അവിടുത്തെ മഹത്വം കണ്ടു. പ്രതിമകളിൽ അഭിമാനിക്കുന്ന വിഗ്രഹസേവകരെല്ലാം ലജ്ജിതരാകട്ടെ. സമസ്ത ദേവന്മാരെ അവിടുത്തേക്ക് ആരാധനയർപ്പിക്കുവിൻ. സിയോൻ കേട്ട് സന്തോഷിച്ചു. കർത്താവെ, അങ്ങയുടെ ന്യായവിധികളെ പ്രതി യൂദായുടെ പുത്രിമാർ ആനന്ദിച്ചു. എന്തെന്നാൽ കർത്താവെ, അങ്ങ് ഭൂമി മുഴുവനും മേൽ അത്യുന്നതനാണ്, എല്ലാ ദേവന്മാർക്കുമുപരി ഏറെ ഉയർന്നവനാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ തിന്മയെ ദ്വേഷിക്കുവിൻ. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ആത്മാക്കളെ പരിപാലിക്കുന്നു, ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. നീതിമാനു വേണ്ടി പ്രകാശം വിതറപ്പെട്ടിരിക്കുന്നു, ഹൃദയപരമാർത്ഥർക്ക് വേണ്ടി സന്തോഷവും. നീതിമാന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വചനം വായിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നാം കർത്താവ് തരുന്ന ഈ വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവസ്വരത്തിൻ്റെ ആഴം തിരിച്ചറിയാനുള്ള ഈ യാത്രയിൽ 65-ാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ കരുണയ്ക്ക് നന്ദി പറഞ്ഞ് നിങ്ങളെല്ലാവരെയും പ്രതി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്കറിയാം, സീനായിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ള പല പ്രതിസന്ധികളിലൂടെ നമ്മുടെ വായന കടന്നു പോവുകയായിരുന്നു. അതായത്, സീനായി മലയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ കണ്ട ഒന്നാമത്തെ പ്രതിസന്ധിയായിരുന്നു പരാതിയും പിറുപിറുപ്പും ആവലാതിയും. രണ്ടാമത്തേത് ഈജിപ്തിലെ ഭക്ഷണത്തെ ഓർത്തുള്ള ദുരാഗ്രഹം. മൂന്നാമത്തേത് മോശയുടെയും അഹറോൻ്റെയും സഹോദരിയായ മിരിയാമിൻ്റെയും മോശയുടെ സഹോദരനായ അഹറോൻ്റെയും അസൂയയും കലഹവും. ഇനി നമ്മൾ കാണുന്നത് സീനായിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ള 4ാമത്തെ മറ്റൊരു പ്രതിസന്ധിയാണ്. അത് മാത്സര്യമായിരുന്നു. ഇത്തവണ അത് വന്നത് കോറഹ്, ദാത്താം, അബീറാം, ഓൻ എന്നീ 4 പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നും 250 ജനപ്രതിനിധികളിൽ നിന്നുമാണ്. എന്തിനായിരുന്നു ഈ മാത്സര്യം? അത് മോശയുടെയും അഹറോൻ്റെയും അധികാരത്തിനും നേതൃസ്ഥാനത്തിനുമെതിരെയായിരുന്നു. ലേവി ഗോത്രത്തിന് പല ഉപവിഭാഗങ്ങളുണ്ടായിരുന്നുവെന്ന് നമ്മൾ വായിച്ചതാണ്. ലേവി ഗോത്രത്തിലെ കൊഹാത്യരിൽ നിന്ന് വരുന്നതാണ് കോറഹ്. കോറഹിൻ്റെ ജോലി സമാഗമ കൂടാരത്തിലെ വിശുദ്ധ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതലയായിരുന്നു അവരുടെ ജോലി. ഇപ്പോൾ എന്തിനാണ് അവർ കലഹിക്കുന്നത്? വിശുദ്ധ സ്ഥലത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളായ തങ്ങൾക്ക് എന്തുകൊണ്ട് പുരോഹിത ശുശ്രൂഷ കൂടി ചെയ്തുകൂടാ എന്ന ചോദ്യമായിരുന്നു അവരുടെ മാത്സര്യത്തിൻ്റെയും കലഹത്തിൻ്റെയും അടിസ്ഥാനം. ഇവിടെ ശ്രദ്ധാപൂർവമായ വായനയാണ് നിങ്ങൾ നടത്തിയതെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദാത്താമും അബീറാമും ഈജിപ്തിനെ, ഓർക്കുക, ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് പാലും തേനും ഒഴുകുന്ന ദേശം എന്നാണ്. കാനാനെ അല്ല, ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശത്തെ അല്ല, ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം എന്നാണ്. അതായത് ഭൂതകാലത്തോട്, പിന്നിട്ട് വന്ന പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും കാലത്തോട് ഇപ്പോഴും തങ്ങളുടെ മാനസികമായ അടിമത്തം അവർ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വാക്ക്. എന്താണ് അതിൻ്റെ അനന്തരഫലം? വാഗ്ദത്ത നാട് കാണാനാവാതെ അവരും അവരുടെ പ്രിയപ്പെട്ടവരും മരുഭൂമിയിൽ വെച്ച് തന്നെ ഭൂമി പിളർന്ന് ഇല്ലാതാവുന്നതാണ്. ഈ അവിശ്വാസത്തിൻ്റെയും ഈ പിന്തിരിയലിൻ്റെയും സ്വാഭാവികമായ അനന്തരഫലം. ദൈവം തരുന്ന സ്വർഗീയ വാഗ്ദാനങ്ങളിലേക്ക്, അല്ലെ ദൈവം തരുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത വിധം നമ്മുടെ അകം, നമ്മുടെ ഉള്ള് അത്രമാത്രം പാപത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. പാപസുഖങ്ങളോട് ജഡിക മനുഷ്യരായി നമുക്ക് അത്രമാത്രം തീക്ഷ്ണമായ തീവ്രമായ ഒരു അഭിനിവേശമുണ്ട്.
അതുകൊണ്ടാണ് വലിയ സ്വർഗീയ വാഗ്ദാനമായ ഈ വാഗ്ദത്ത ദേശം നൽകാമെന്ന് ദൈവം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുമ്പോഴും അവരുടെ ഹൃദയം ഇപ്പോഴും പിന്നിട്ട് പോകുന്ന ഈജിപ്തിൻ്റെ ഇടവഴികളിൽ ഉടക്കിക്കിടക്കുന്നത്. സത്യത്തിൽ ഇത് ഇസ്രായേലിൻ്റെ കഥ മാത്രമല്ല, ഇത് നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. ഇത്രമാത്രം ഉന്നതമായ മഹത്വമാർന്ന സ്ഥാനവും അനുഗ്രഹവും സ്വർഗീയമായ മഹാദാനങ്ങളുമൊക്കെ വെച്ച് നീട്ടി ദൈവം നമ്മെ മാടി വിളിക്കുമ്പോഴും ഈ പാപത്തിൻ്റെ പതിത വഴികളിലേക്ക് ഹൃദയം പൂഴ്ത്തി വെക്കാനാണ്, പാപമോഹങ്ങളെ വലുതായി കാണാനാണ് ഇപ്പോഴും നമ്മുടെ ഈ ജഡിക മനുഷ്യൻ്റെ ഇഷ്ടം. അതുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ദൈവമേ, പാപത്തിൻ്റെ വ്യർത്ഥത തിരിച്ചറിയാൻ എൻ്റെ കണ്ണുകളെ അങ്ങ് തുറന്ന് തരണമേ. രണ്ടാമത്തേത്, ദൈവമേ, അങ്ങ് എനിക്ക് തരുന്ന ആ വലിയ സ്വർഗീയ ദാനങ്ങളുടെ മഹത്വം തിരിച്ചറിയാനും അതാണ് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് അറിയാനും എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. അത് വിശ്വസ്തയോടെ പൂർത്തീകരിക്കുന്നതിന് പകരം കോരഹിനെ പോലെ മറ്റുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷകളെ ആഗ്രഹിക്കുകയും അസൂയപ്പെടുകയും കലഹിക്കുകയും മാത്സര്യത്തിലേർപ്പെടുകയൊക്കെ ചെയ്യുന്നത് തികച്ചും പൈശാചികമായ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സംഗതിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭൂമി വാ പിളർന്ന് ഈ മനുഷ്യരെ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന വലിയ കാര്യങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ദിവസം നിങ്ങൾക്ക് വലിയൊരു ദൈവകൃപയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട്, പരിചയക്കാരോടൊക്കെ ഈ വായനാ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കമില്ലാതെ ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകമായി അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അധികാരമോഹം, ദൈവം തരാത്തതിനെ വെട്ടിപ്പിടിക്കാനുള്ള ദുര, അതുപോലെ തന്നെ ദൈവം തരുന്ന സ്വർഗീയ വാഗ്ദാനങ്ങളെ കാണാതെ പോവാൻ ഇടയാക്കുന്ന വിധത്തിലുള്ള ആത്മീയ അന്ധത, ഇവയെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങ്, ഇവരുടെ കുടുംബത്തെ അങ്ങ്, പ്രിയപ്പെട്ടവരെ അങ്ങ് കൃപയോടെ കാത്ത് പരിപാലിക്കണമേ എന്ന് കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഇത് ഡാനിയലച്ചനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കുക. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ. ദൈവം അനുഗ്രഹിക്കട്ടെ.